പിന്നെ നിങ്ങൾ അത് നിൽക്കും വേണ്ട ഞാൻ ഇതാ ഇപ്പോൾ നമ്മൾ ചിക്കനിൽ ഉള്ളി പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി എല്ലാം മിക്സ് ചെയ്തു ഇതാ നേരിട്ട് ചിക്കനിൽ എല്ലാം മിക്സ് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി അത് ഒരു സ്പൂൺ, ചിക്കൻ മസാലപ്പൊടി ഒരു സ്പൂൺ, മുളക് പൊടി ഒരു സ്പൂൺ ഇട്ടു. ഇനി ഗരം മസാലയും കൂടെ ഇടണം. ഗരം മസാലപ്പൊടി ഇതിലേക്ക് ഇടുന്നുണ്ട്. ഗരം മസാലപ്പൊടി ഒരു സ്പൂൺ ഇടണം. ഗരം മസാലപ്പൊടി പിന്നെ വെളിച്ചെണ്ണ ഇതിലേക്ക് തന്നെ നമ്മൾ നേരിട്ട് ഒഴിക്കുകയാണ്. ഇങ്ങനെ വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിക്കുക. അത് കുറച്ചേ വേണ്ടൂ, അധികം വേണ്ട. ഒരു 4 സ്പൂണ്. പിന്നെ ഇത് മൊത്തം ഇതൊന്ന് മിക്സ് ആക്കണം. ചിക്കനിലേക്ക് ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് പിന്നെ മസാലപ്പൊടികൾ മുളക് പൊടി ഗരം മസാല ചിക്കൻ മസാല മഞ്ഞൾപ്പൊടി എല്ലാം ഇട്ടിട്ട് മിക്സ് ചെയ്യുക. നല്ലോണം മിക്സ് ചെയ്യണം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം. ഒരു 3-4 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചിന്. കുറച്ച് കഴിഞ്ഞിട്ട് കുറച്ചും കൂടി ചേർക്കാം വെളിച്ചെണ്ണ. എല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട്. എന്താ ഇനി ഗ്യാസ് ഓൺ ആക്കിയിട്ട് നമ്മൾ ഈ മിക്സ് ചെയ്ത് ഇതാ ഇപ്പോഴാണ് നമ്മൾ അടുപ്പത്ത് ഇതൊക്കെ വെക്കുന്നത്. മൊത്തം മിക്സ് ചെയ്ത് ഇവിടെ റെഡിയാക്കി വെച്ചത് സ്റ്റൗ കത്തിച്ച് അടുപ്പത്ത് വെക്കുക. ഇത് അടുപ്പത്ത് ഇത് വേവുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഇത് ഒന്നും വേണ്ട, വെള്ളമൊന്നും ഒഴിക്കണ്ട. മുപ്പത്തി ആ മസാല മിക്സ് ചെയ്തത് അടുപ്പത്ത് വെച്ച് മൂടി വെച്ചിട്ടൊന്ന് കുറച്ച് സമയത്തേക്ക് വേവിച്ച് വെക്കണം. ഇങ്ങനെയാണ് ഇനി വേവിക്കേണ്ടത്. വെള്ളം ഒഴിക്കണ്ട, തീരെ വെള്ളം ഒഴിക്കണ്ട. ഇതാ കുറച്ച് സമയം അടുപ്പത്ത് വേവിച്ച് നല്ലോണം ഇളക്കണം. വെള്ളം തീരെ ഒഴിക്കാത്തതാണ്, അടുക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. വെളിച്ചെണ്ണയിലാണ് വേകുന്നത്. നല്ലോണം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. നല്ലോണം ഇളക്കണം, ഇല്ലെങ്കിൽ അടുക്ക് പിടിക്കും. ഈ വെളിച്ചെണ്ണയിൽ തന്നെ നമ്മൾ ഇളക്കിയിട്ടില്ലേ വേവിക്കലാണ്. ഇനി പൊത്തുക, കുറച്ച് ഇളക്കിയിട്ട് പൊത്തി വെക്കുക. നന്നായി വേവുന്നുണ്ട് നമ്മളെ ചിക്കനിതാ. ഉള്ളിയും മസാലയും അതിന് ചിക്കന് നല്ലോണം പിടിക്കുന്നുണ്ട്. മണം ഇപ്പോഴേ മണം മൂക്കിൽ വരുന്നുണ്ട്. നല്ലോണം ചിക്കൻ പൊരിഞ്ഞ് വരുന്നുണ്ട്. നല്ലോണം ഇളക്കി കൊടുക്കണം. നമ്മൾ സ്റ്റൗ സ്പീഡിലാണ് വെച്ചിട്ടുള്ളത്, ഫുൾ സ്പീഡിലാണ്. അതുകൊണ്ട് തന്നെ കരിയാൻ ചാൻസ് ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇളക്കണം നല്ലോണം. പിന്നെ അതിലേക്ക് ഒരു 2-3 ചെറിയ തക്കാളി, വലിയതാണെങ്കിൽ 2 തക്കാളി. ഇത് നമ്മൾ ചെറിയ തക്കാളി ആയതുകൊണ്ട് 3 തക്കാളി അതിലേക്ക് ഇടുക. പൊരിഞ്ഞ ചിക്കനിലേക്ക് ഇടുക. എന്നിട്ട് നല്ലോണം ഇളക്കുക, മിക്സ് ചെയ്യുക നല്ലോണം. വെളിച്ചെണ്ണയിൽ വേവുന്നത് കൊണ്ട് നല്ല മൊരിഞ്ഞ മണം വരുന്നുണ്ട്. വെള്ളം നമ്മൾ ഒഴിച്ചിനേ ഇല്ല, ശ്രദ്ധിക്കണം.
ആദ്യം ഇളക്കുകയാണ്. തുറന്നിട്ട് പിന്നെ ഒരു കാര്യം, നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ആവശ്യത്തിന് ഉപ്പിട്ട്, ഞാനത് വീഡിയോയിൽ പറഞ്ഞിട്ടില്ല, നമ്മൾ ആവശ്യത്തിന് ഉപ്പിടാൻ മറന്നുപോയി. ആവശ്യത്തിന് ഉപ്പിടുക. എന്നിട്ട് ആദ്യം ഇളക്കുക. തക്കാളിയിൽ അതിന് വെന്തുടയണം. വെളിച്ചെണ്ണയിൽ തന്നെ തക്കാളിയും എല്ലാം വെന്തുടഞ്ഞ് ചിക്കന് പിടിക്കണം. എല്ലാ രസങ്ങളും ആ ചിക്കന് പിടിച്ചെടുക്കണം. ഇനി ആദ്യം ഇടയ്ക്കിടയ്ക്ക് ഇത് തുറന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇല്ലെങ്കിൽ അടിക്കരിഞ്ഞു പോകും. വെള്ളമില്ലാത്തത് കൊണ്ട് തന്നെ അടിക്കരിഞ്ഞു പോകുന്നത് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് തുറക്കുക, ഇളക്കുക. വെറും വെളിച്ചെണ്ണയിലാണ് ഇത് പൊരിയുന്നത്. നല്ലോണം ഇളക്കണം. പിന്നെ ലൈറ്റ് ക്ലിയർ ഇല്ല, അതുകൊണ്ടാണ് ഇത് നേർത്തൊരു നിങ്ങൾക്ക് വീഡിയോയിലൊരു ക്ലിയറായി കാണാത്തത്. ലൈറ്റ് ഗ്യാസിൻ്റെ അടുത്തല്ല, കുറച്ച് അങ്ങോട്ടായതുകൊണ്ട് ക്ലിയർ ഇല്ലാത്തത്. നല്ലോണം ഇളക്കിയിട്ടുണ്ട്, ഇളക്കി വെച്ചിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ വെള്ളം ഒഴിക്കാൻ പോകുന്നത്. ലാസ്റ്റ് ഇത് ഇളക്കി ഇതായിട്ടുണ്ട്. മരിഞ്ഞ് ചിക്കനും മസാല എല്ലാ കൂട്ടും കൂടെ ഒന്നിച്ച് യോജിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക. കുറേ കൂടുതലായിട്ട് ഒഴിക്കണ്ട, കുറച്ച് വെള്ളം ഒഴിക്കുക. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കണം. മസാലയെല്ലാം അതിന് യോജിപ്പിക്കണം. വെള്ളം ഒഴിച്ചിട്ട് കുറച്ചേ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ എല്ലാം ഒന്ന് കയ്യിലുകൊണ്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ലപോലെ ഇളക്കണം. എന്നിട്ട് കൊത്തിയിട്ട് കുറച്ച് സമയം കൂടെ വയ്ക്കുക. ഒന്ന് തുറക്കുക. ആ വെള്ളം വറ്റിയിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചാണ് നമ്മൾ ഇളക്കിയിട്ട് പൊത്തി വെച്ചിന്. ആ വെള്ളം മൊത്തം ഒഴിച്ച് വറ്റിയിട്ടുണ്ട്. മെയിനായിട്ട് ഇതിൽ ഇളക്കലാണ് കൂടുതൽ വേണ്ടത്. ലാസ്റ്റ് ഘട്ടത്തിലെത്തിയിട്ടുണ്ട്. മെയിൻ 5-6 വട്ടം തുറന്നുകൊണ്ട് ഇളക്കിക്കൊണ്ട് നിൽക്കണം, എന്നാലേ ഇതിൻ്റെ ടേസ്റ്റ് വരുള്ളൂ. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, അന്നേരം അതിൻ്റെ മനസ്സിലാവുക. ടേസ്റ്റ് വേണമെങ്കിൽ ഇത് ഇളക്കിക്കൊണ്ട് നിൽക്കണം. ഇനി ലാസ്റ്റ് ഘട്ടത്തി വെള്ളം ഒഴിക്കലായി. വെള്ളം കുറച്ച് വെള്ളം ഒഴിക്കുക. എന്നിട്ട് ഇളക്കുക. നന്നായി കുറേ ഒഴിക്കല്ല, കുറച്ച് വെള്ളം ഒഴിക്കുക, ഇളക്കുക. കുറച്ച് വെള്ളം ഒഴിച്ച് അതെല്ലാം മൊത്തം ഒന്ന് ഇളക്കി വെച്ചിട്ടുണ്ട്. ലാസ്റ്റ് കുറച്ചുകൂടി ഗരം മസാല ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. ഗരം മസാല മുകളിൽ കുറച്ചിട്ട് കൊടുക്കുക. നമ്മളെ ചിക്കൻ കറി, കൽക്കത്ത ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, എല്ലാവരും ട്രൈ ചെയ്യുക. ട്രൈ ചെയ്ത് കമൻറ്റ്, സബ്സ്ക്രൈബ് എല്ലാം അറിയിക്കുക.